ഓർമ്മകളുടെ ഒരു സമാഹാരമാണ്. സങ്കീർണവും അടുത്തറിയാൻ ഏറെ വിഷമമുള്ളതുമായ പ്രയാസങ്ങളുടെ ആലയം. അതിൽ അവിശ്വസനീയത ഭക്ഷിച്ചു വളർന്നവർ ശാന്തതയുടെ നിയമങ്ങൾ ലംഘിച്ച് വിലക്കപ്പെട്ട പ്രദേശങ്ങളായിരിക്കുന്നു. അതിനാൽ അയ്മനം ഒരു ഭൂപ്രദേശമല്ല, ഒരു മാന്ത്രിക കഥയാണ്. ഈ മഴ പെയ്യുന്നൊന്നും കാണാനില്ലേ? അവൻ ഇങ്ങ് വന്നോളും, നടക്കാൻ പോയതല്ലേ. നിങ്ങക്ക് എന്തറിയാം അമ്മായി? നീ എന്താ പറഞ്ഞു വരുന്നൊന്ന് തെളിച്ചു പറ. അവരെ ബാബയുടെ അടുത്തേക്ക് തിരിച്ചയച്ചിട്ട് 23 വർഷങ്ങൾ. നിങ്ങളുടെ അമ്മ മൂലം നിങ്ങളെ 4 വഴിക്കായതിന്റെ 23 വർഷങ്ങൾ. ഞാനാ അമ്മു. അപ്പൊ നീയാണ് പ്രശസ്ത ഇന്ത്യൻ എൻഡമോളജിസ്റ്റ് ശ്രീ ബനാൻ ജോൺ ഐപ്പിന്റെ പുന്നാരമകളായ അമ്മു. ഈ നാട്ടുകാരെ വിളിക്കുന്നുമ്പേ നീ ആസാമിലേക്ക് പൊക്കോ. സഖാവ് കെ നമ്പുള്ള ഒരിക്കലും ചാക്കോയുടെ പേര് പറഞ്ഞ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പാരഡൈസ് പിക്കലിന്റെ ലേബൽ അടിക്കാനുള്ള ഓർഡറും അയാൾക്കല്ലേ? ഫാക്ടറിയിലെ തൊഴിലാളികൾക്കിടയിൽ വെളുത്ത മാത്രമാണ് കാർഡ് ഹോൾഡിംഗ് മെമ്പർ ആയിട്ടുള്ളത്. അദ്ദേഹം ഓളശയ്ക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ തിരിച്ചെത്തും. നിങ്ങൾക്ക് ആളുടെ മനസ്സിലായോ? ഓ പിന്നെ ഇത് നമ്മുടെ ചാക്കോപ്പതല്ലേ. വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു അത്താഴ സദ്യ അല്ല സഖാവേ. വിപ്ലവം എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭം. അമ്മക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ അമ്മ കല്യാണം കഴിച്ചത്. നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിക്കാമെന്നേ. അയാൾ ആ സാഹിബിന്റെ നിർദ്ദേശം എന്നോട് വന്ന് പറഞ്ഞ ആ ദിവസം അന്ന് ആ മായ്മനത്തേക്ക് തിരിച്ച് വണ്ടി കയറിയത്. പാപികളാണ് നമ്മൾ വെറും പാപികളായ ജീവികളാ. രാത്രി കാലത്തെ ഒരു വീട് പോലെയാ ചരിത്രം. നിങ്ങളുടെ ബേബി കൊച്ചമ്മ ആദ്യമൊക്കെ പള്ളികളച്ചനെ വീഴ്ത്തിയത് 100 ദീനാറുകളുടെ പ്രകടനം വഴിയാ. അല്ല ഫാദർ, ഈ സംശയം അറിയാവുന്നവരോടല്ല ചോദിക്കേണ്ടത്. തീർച്ചയായും എന്ന് വെച്ചാൽ എന്താ അവര് കടുത്ത തീരുമാനങ്ങൾ എടുത്തു. ഞാനൊരു കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ റോമൻ കാത്തലിക്കായി. അതിനകത്ത് നിങ്ങൾ 4 പേരുമുണ്ട്. എന്റെ മോൻ ലെനിനും എസ്തയും റാഹേലും പിന്നെ സോഫി മോളും. ഈ വാർത്തയൊക്കെ നമ്മുടെ ഫാക്ടറിയിലും കയറിക്കൂടുമോന്നാ എന്റെ സംശയം. അപ്പോൾ ഞാൻ ഈ റോസാപ്പൂക്കൾ നീട്ടി പറയും, ഇത് എന്റെ സോഫി മോൾക്ക്. അവൻ ഒരാണിൻ്റെതായ ആവശ്യങ്ങൾ ഇല്ലാതിരിക്കുവാണ്. ഇതെന്റെ ഭാര്യ മാർഗരറ്റ്. കൊച്ചു നല്ല ചുന്ദരിയാണോ? എല്ലാം പോട്ടെ, ഇമ്പീരിയൽ എൻഡമോളജിസ്റ്റ് ഞാൻ, മനസ്സിലായോ? അതെ, അതൊക്കെ അങ്ങ് പണ്ട് ഡൽഹിയില്. അമ്മോ വാ ഇവിടെ. നിനക്ക് ഓർമ്മയുണ്ടോ, ഓക്സ്ഫോർഡിലെ കഫേയിൽ ഒരു പരിചാരികയായി നിന്നെ ഞാൻ ആദ്യമായി കണ്ട ദിവസം? തൽക്കാലം നിന്റെ പുതിയ ജോലി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. സത്യത്തിൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ കെയർ പോലും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ലെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? ഒന്ന് വിഷമിക്കാതിരിക്കും മാർഗരറ്റ്, എല്ലാം നല്ലതായി തന്നെ സംഭവിക്കും. നിങ്ങളോടല്ല ഞാൻ
താമസിക്കരുത്. എന്തിനാടാ നിന്റെ മാർഗരിറ്റ് മറ്റൊരുത്തിന്റെ കൂടെ പോയത്? എന്താ കാര്യം എന്താ? ഓ, മാഡത്തിന്റെ ഹസ്ബൻഡ് ജോ മരിച്ചു, കാർ ആക്സിഡന്റ്. മമ്മി, ഞാൻ പപ്പേനെ കണ്ട്. ഇനി മുതൽ സോഫി മോളാ ഞങ്ങളുടെ കൊച്ചമ്മ. നമുക്ക് ഒന്നിനെ കൊല്ലാത്ത വിടാം. ഞാൻ അക്കരക്ക് പോവാ, കരിസാപ്പിന്റെ വീട്ടിലേക്ക്. ചുരുട്ടുപോക്കി നേരെ ഒരൊറ്റ വീശൊക്കെ വീശി, എന്നിട്ട് ആ പ്രേതത്തെ ഈ വാക്കത്തിയിലേക്ക് ആവാഹിച്ച് അവിടെ നിന്ന് റബ്ബർ മരത്തേൽ ഒരൊറ്റ കൊത്തക കൊത്തി. മരിക്കുവാണ് വിചാരിച്ചേ. വളരെ വലുതായി. നീ കള്ളു കുടിച്ചിട്ടുണ്ടോടാ? എന്റെ മകൻ വെളുത്തിയും നിങ്ങളുടെ മകൾ അബുവ. കൊച്ചമ്മ, അമ്മ എന്തിനാ കരയുന്നേ? അക്കാണ് എന്റെ മുമ്പില്. നീയൊക്കെയാ ഒക്കത്തിന് കാരണം. അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ? നമ്മള് കാരണമാണ് അമ്മ ഇങ്ങനെ ആയതെന്ന്. അച്ചടക്കമില്ലായ്മയെ പിന്താങ്ങലല്ല പാർട്ടിയുടെ ഉദ്ദേശം. ഈ ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ എവിടാ? ഒരു കുട്ടി മരിച്ചിരിക്കുന്നു, രണ്ട് കുഞ്ഞുങ്ങളെ കാണാനും ഇല്ല. ഈ വെളുത്ത നക്സലേറ്റ് ആണോടാ? അയ്യോ, എനിക്കറിയത്തില്ല സാറേ. ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പരാതി ഇവിടെ കിട്ടണം. ഇങ്ങനെയാണോ? ആകാശം വീഴുമ്പോൾ എന്തു ചെയ്യും? നിങ്ങൾ പരസ്പരം എപ്പോഴും സ്നേഹിക്കുമെന്ന് ഒരു നീ ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കണം. അവര് വന്ന് ചോദിക്കും. അമ്മു ഏറ്റവും അവസാനമായി മരിച്ചു വരുമ്പോൾ റാഹേൽ സെന്റ് കോൺവെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ആകെയിലും വ്യസ്തക്ക് എഴുതണമെന്നും അമ്മാച്ചി പറഞ്ഞു. അല്ല, അവള് നിനക്ക് എന്ത് എഴുതാൻ? പ്രിയ എസ്ത, അമ്മു ഇന്നലെ മരിച്ചുവെന്നോ?